പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് CM Punk എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM Punk ഓഗസ്റ്റ് മാസത്തിൽ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിന് മുൻപ് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ലൈവ് ഇവൻറ്റുകളിലും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിരിക്കുന്നു. CM Punk ഒരിക്കലും പാർട്ട് ടൈം ഷെഡ്യൂൾ സ്വീകരിക്കില്ല എന്നുള്ളത് CM Punkൻ്റെ 2023 തിരിച്ചുവരവിന് ശേഷം CM Punk ഉറപ്പ് നൽകിയതാണ്. അപ്പോൾ ആരാധകരോട് പറഞ്ഞ വാക്കിൽ നിന്ന് CM Punk ഒരടി പിറകോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. എല്ലാ ലൈവ് ഇവൻറ്റുകളിലും യൂറോപ്പ് ടൂറിൽ CM Punk ആക്റ്റീവായിട്ട് മത്സരിക്കുമെന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. മത്സരങ്ങളും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ലിവർപൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ലൈവ് ഇവന്റിൽ CM Punk നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റീരിയോയുടെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മറ്റ് ലൈവ് ഇവന്റുകളിൽ യൂറോപ്പ് ടൂറിന്റെ ഭാഗമായിട്ട് CM Punkും സാമി സെയിനും പെൻഡ എന്ന് പറയുന്ന റെസ്ലറും ടീം ആയിക്കൊണ്ട് ജഡ്ജ്മെന്റ് ഡേയിലെ ഡൊമിനിക് മെസ്റ്റീരിയോ, ഫിൻ ബാലർ, JD McDonough തുടങ്ങിയവർക്കെതിരെ ഒരു 6-man ടാഗ് ടീം മത്സരമാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മത്സര ഷെഡ്യൂൾ തന്നെയാണ് CM Punkന് യൂറോപ്പ് ടൂറിന്റെ ഭാഗമായിട്ട് നിലവിൽ കൊടുത്തിട്ടുള്ളത്. CM Punk അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സിൻ്റെ ഹീൽ ടേണിന് കുറേയധികം കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്. കോഡി റോഡ്സ് ഹീൽ ടേൺ സ്വീകരിക്കും അല്ലെങ്കിൽ ഹീലാകും എന്നുള്ളത് നമ്മൾ വിചാരിച്ചത് സമ്മർ സ്ലാം 2025 മത്സരത്തിൻ്റെ ഇടയിൽ ചില മൂവ്സൊക്കെ കോഡി റോഡ്സ് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പൈൽ ഡ്രൈവറും ആ റിങ്ങിൻ്റെ ടേൺ ബക്കിൽ ഊരിയെടുത്ത് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും ഒക്കെ കണ്ടപ്പോൾ ഹീൽ വർക്കിലേക്ക് കോഡി തിരിയുന്നു എന്നുള്ളൊരു സാധ്യത അവിടെ തുറന്നു വന്നെങ്കിലും കോഡി റോഡ്സ് ഫേസ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഷോ അവസാനിപ്പിച്ചത്. ഇപ്പോൾ റസ്ലി വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവരുടെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റ് റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നത് കോഡി റോഡ്സിനെ ഈ അടുത്തൊന്നും ഇനി ഹീൽ ആക്കില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഫേസായി പോയിക്കൊണ്ടിരിക്കുന്ന കോഡി റോഡ്സ് പുറത്ത് ആരാധകർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവർക്ക് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മൊമെൻറ്റും അത് കോഡി റോഡ്സ് എന്ന് പറയുന്ന ക്യാരക്ടറിന് വലിയ മൈലേജ് കൊടുക്കുന്നതാണ്. വില്ലനായി കഴിഞ്ഞാൽ കോഡി റോഡ്സിന് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫേസ് ക്യാരക്ടറിന് കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനിയെ മുഖത്തെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത്രയും കണക്റ്റായി നിൽക്കുന്ന കോഡി റോഡ്സ് ഒരിക്കലും ഹീലാകേണ്ട ഒരു സിറ്റുവേഷൻ നിലവിൽ ഇല്ല എന്നുള്ളതും അവരുടെ റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ കോഡി റോഡ്സ് ഹീലാകില്ല. ഹോംലാൻഡർ കോഡി റോഡ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് റസ്ലി വോട്ട്സ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പങ്കുവച്ചിട്ടുള്ളത്. ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 25 നടക്കുന്ന യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള റോ എപ്പിസോഡിലും റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട് എന്നുള്ളത് WWE ഇന്നലെ രാത്രിയോട് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനു മുൻപത്തെ ഓഗസ്റ്റ് 19 നടക്കുന്ന റോ എപ്പിസോഡിലും റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. റോമൻ റെയിൻസിനെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഉടനെ WWE ഒഫീഷ്യലായി പുറത്തേക്ക് ഇറക്കും എന്നുള്ളതും റസ്ലി വോട്ട്സിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. റോമൻ റെയിൻസിന് ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ മത്സരമുണ്ടെങ്കിൽ അത് സെത്ത് റോളിൻസിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരു 1-on-1 മത്സരം ആയിരിക്കില്ല എന്നുള്ളതും റസ്ലി വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോമൻ വേഴ്സസ് സെത്ത് തമ്മിലുള്ള മത്സരം നിലവിൽ പ്ലാൻ ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ്. ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ ആ മത്സരം നടത്താൻ നിലവിൽ WWE ഒരു പ്ലാൻ ഇല്ല. മിക്കവാറും ഒരു ടാഗ് ടീം മത്സരമൊക്കെ ആയിരിക്കും റോമൻ്റെയും സെത്തിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്ലാഷ് ഇൻ പാരീസിൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും റോമൻ റെയിൻസിനെ സംബന്ധിച്ച് ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റ് കഴിഞ്ഞാൽ റോമൻ റെയിൻസ് സെപ്റ്റംബർ മാസത്തിൽ മൊത്തം സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിയുടെ ഷൂട്ടിൻ്റെ ഭാഗമായി പോകും. അതുകൊണ്ട് തന്നെ റോമൻ റെയിൻസ് സെപ്റ്റംബറിൽ ഒരൊറ്റ ഷോയിലും പോലും അപ്പിയറൻസ് നടത്തുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.